നമസ്കാരം. താരസംഘടന അമ്മയുമായിട്ടുള്ള വാർത്തയാണ്. അമ്മയുടെ ഈ പോക്ക് എങ്ങോട്ടാണെന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചു തുടങ്ങി. കാരണം അത്തരം രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. അവർ WCCയിൽ അംഗങ്ങളായിരുന്നു. പക്ഷേ അവരിപ്പോഴും അമ്മ സംഘടനയിൽ മെമ്പറായിരുന്നു. പടിയിറങ്ങൽ ഒരു പിന്മാറ്റമല്ല, ആത്മാഭിമാനത്തിൻ്റെ പ്രഖ്യാപനമാണ്. അമ്മയിൽ നിന്ന് രാജിവെച്ച് രേവതിയും പത്മപ്രിയയും. ആലോചിക്കണം. അപ്പം മടുപ്പാണ് അവർക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അവർ രാജിവെക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ്, നമുക്കറിയാം, സുധാകരൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം എല്ലാ കാര്യത്തിലും അങ്ങനെ പ്രതികരിക്കുന്നില്ല. അമ്മ സംഘടനയുടെ ഒരാവശ്യവും സമൂഹത്തിനില്ല, പിരിച്ചുവിടണമെന്നാണ് സുധാകരൻ ഇന്നലെ പറഞ്ഞത്. ആലപ്പുഴയിലൊരു പ്രസംഗത്തിനിടയിൽ വേദിയിലാണ് പറയുന്നത്. അപ്പം അത്രമാത്രം സമൂഹത്തിൽ വലിയ ആർക്കും വേണ്ടാത്തൊരു സംഘടനയെ മാറുന്നത്. പക്ഷേ എന്നാൽ ആ സംഘടനയിലുള്ള കുറേ പാവങ്ങളുണ്ട്, അത് നമ്മൾ മറക്കരുത്. അവർക്ക് വേണ്ടിയാണ് ഈ അമ്മ സംഘടന നിലനിൽക്കുന്നത്. ഇനിയും അത് മുന്നോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ മുതിർന്ന താരങ്ങൾ ഉടനെ തന്നെ രംഗത്തെത്തണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു അഭ്യർത്ഥന കൂടിയാണ്. കാരണം അമ്മ സംഘടനയിലെ ഓരോ അംഗങ്ങളെയും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിഷാരടിയുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ പുറത്തു വന്നു. ശ്വേതാമേനോനും പിഷാരടിയുമായി സംസാരിക്കുന്നു. ആര് പുറത്തു വിട്ടാലും അത് ഏറ്റവും ഗുരുതരമായ ഒരു സംഭവമാണ്. കാരണം അത്തരം സൗഹൃദത്തിൽ കാര്യങ്ങൾ സംസാരിച്ച് ആ ഓഡിയോ ആദ്യം ഒരെണ്ണം പുറത്തു വന്നു. രണ്ടാമത് പല ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മാത്രം നൽകിക്കൊണ്ട് മോശമായ സംസാരമെന്ന നിലയിലേക്ക് പിഷാരടിയുടെ ഓഡിയോ പുറത്തു വിടുന്നു. അതൊരു സൗഹൃദത്തിൻ്റെ സംഭാഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം അത്രയും ടെമ്പറിൽ നിൽക്കുന്ന ആളെ ഒരു സൗഹൃദത്തിൽ സംസാരിച്ച് ഒരു വേറെ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി, ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും പിഷാരടി അങ്ങനെ സംസാരിച്ചത്. അത് പിഷാരടിക്കുണ്ടായ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ വലുതാണ്. അത് ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആഘോഷിക്കുന്നവരുമുണ്ട് കേട്ടോ, ആഘോഷിക്കുന്നവരുണ്ട്. പക്ഷേ അത് ആഘോഷമാക്കേണ്ടല്ല. പിഷാരടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അതിനു വേണ്ടി, ഈ അമ്മയ്ക്ക് വേണ്ടി മാത്രം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ, രമ്യത തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. പക്ഷേ അവിടെ ഒരു കാര്യം നമുക്കൊക്കെ അത്ഭുതപ്പെടുത്തും. എന്തുകൊണ്ട് പിഷാരടിക്കെതിരെ ഇത്തരം ഒരു ഓഡിയോ പുറത്തു വന്നപ്പോൾ മുതിർന്ന താരങ്ങൾ, അമ്മ സംഘടനയുള്ള താരങ്ങൾ ആരും പ്രതികരിക്കുന്നില്ല? ഇവർക്കെന്താ ഭയമാണോ? ഇവരൊന്ന് പ്രതികരിക്കണ്ടേ? അമ്മയിലെ ആളുകൾ പ്രതികരിക്കുന്ന 1, 2, 3 സ്ത്രീകൾ മാത്രമാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഈ കേസിന്. ഇവരാരും പ്രതികരിക്കുന്നില്ല. ഇവർക്കൊക്കെ എന്താ ഭയമാണോ? അഡ്വോക്കറ്റ് കമ്മിറ്റിയിലേക്ക് പിഷാരടിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതിന് നേതൃത്വം നൽകിയ പല പുരുഷന്മാരുമുണ്ട്. ഇവരൊന്നും ഈ ഒരു വിഷയം വന്നപ്പോൾ പിഷാരടിയുടെ ഒപ്പമാണ് ഞങ്ങൾ, അത് തെറ്റാണ്, അത് പിഷാരടി മുന്നോട്ട് പോകണം, പിഷാരടി അങ്ങനത്തെ ഒരാളല്ല എന്ന് പറയാൻ ആർജവത്തോടുകൂടി വരാത്ത എന്തുകൊണ്ടാണ്? അതിലും ഒരു സംശയത്തിൻ്റെ മുരയിലാണ് നിൽക്കുന്നത്. അവർക്കൊക്കെ ഭയമാണ്. കാരണം ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഡിയോ എല്ലാം പുറത്തു വരുമെന്നുള്ളൊരു ഭയപ്പാടും കൂടെ ആയിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അത് തെറ്റാണ്. പിഷാരടി എന്തിനു വേണ്ടിയാണ് വന്നത്? അമ്മ സംഘടനയുടെ പ്രശ്നങ്ങൾ രമ്യമായി പറഞ്ഞു തീർക്കാൻ വേണ്ടി പല ആളുകളുമായിട്ട് ഫോൺ ചെയ്തിരുന്നു. ആ ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വിടുന്നുണ്ടെങ്കിൽ അത് ഗുരുതര തെറ്റാണ്. വാർത്തകൾ ചോരുന്നത് പോലെയല്ല. അമ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പല ഓഡിയോ മുന്നേ പുറത്തു വിടുന്നുണ്ട്, അതുപോലെയല്ല ഇത് വളരെ പേഴ്സണലായിട്ട് സംസാരിച്ചൊരു ഓഡിയോ പുറത്തു വിട്ട് പിഷാരടിക്ക് ഏറ്റവും ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാൻ താരസംഘടന അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ രംഗത്ത് വന്നും, യുവതാരങ്ങളും രംഗത്ത് വന്നും. മുതിർന്ന അംഗങ്ങൾ മാത്രം, യുവതാരങ്ങളും രംഗത്ത് വന്നും. നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പിഷാരടി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അത് വരാത്തത് വലിയ സംശയത്തിനിടയാക്കുന്നുണ്ട്. കാരണം അഡ്വോക്കറ്റ് കമ്മിറ്റിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതിനെതിരെ കോടതിയിലേക്ക് പോകാൻ പോലും ഈ കമ്മിറ്റി തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കമ്മിറ്റിയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മറുപടി, നമ്മളെന്തിനു പോകുന്നു, ഇതിൽ തലമൂത്ത ആളുകളുണ്ടല്ലോ, ഇവരൊന്നും നമ്മളോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല, നമ്മളോടൊന്നും പ്രതികരിക്കുന്ന പോലുമില്ല. നിങ്ങൾ കോടതിയിലേക്ക് പോകണം, അത് കോടതിയിൽ പോകണം, അപ്പീൽ നൽകണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് അവരും മടുപ്പായി. പുതിയ അഡ്വോക്കറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്ന പല ആളുകളും ഈ താൽക്കാലിക കമ്മിറ്റിയുള്ള പല ആളുകളെയും വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ് മറുപടി, ഞങ്ങൾ എന്തിനു പോകുന്നു, നമുക്കൊരു പിന്തുണയായിട്ട് ആരും വരുന്നില്ല, ഇതിന് പൈസ ചിലവുണ്ട്, അതോടൊപ്പം ഇത് കോടതിയിൽ കയറി ഇറങ്ങണം, കോടതിയിൽ പോയി നിൽക്കണം, എന്തിനാണ് എന്ന് വരെ ചോദിക്കുന്നു. കാരണം നമുക്ക് നമ്മുടെ ജോലിയും ചെയ്ത് ജീവിച്ചാൽ പോരെ,
നമ്മൾ നല്ലതിന് വേണ്ടി ഇത് നല്ല രീതിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചവരായിരുന്നു. പക്ഷേ നമുക്കെതിരെ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമുക്ക് അനുകൂലമായി നമ്മളോട് കൂടെ നിൽക്കാമെന്ന് ഇതുവരെ ആരും വിളിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് ഈ താൽക്കാലിക കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ പറയുന്നത്. ഈ കമ്മിറ്റി രൂപീകരിക്കാൻ വലിയ രീതിയിൽ ആളുകളെ കൂട്ടിയും വലിയ രീതിയിലുള്ള സംഭവങ്ങൾ നടത്തിയും ഇത്തരം കമ്മിറ്റി അംഗങ്ങളാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തവരുണ്ട്. ഇവരൊന്നും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അനങ്ങുന്നില്ല. ഒരു മെസ്സേജ് പോലും കാണുന്നില്ല. അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു എഴുത്ത് പോലും കാണുന്നില്ല. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. പിഷാരടി നല്ലതിന് വേണ്ടി ഒരു കാര്യം ചെയ്തപ്പോൾ ആ ഓഡിയോ സംഭാഷണം വലിയ സൗഹൃദത്തോടു കൂടി സംസാരിച്ച ഓഡിയോ സംഭാഷണം ആദ്യമൊന്ന് പുറത്തു വിടുന്നു. പിന്നീട് രണ്ടാമത്തെ ഓഡിയോ വേറെ സാറ്റലൈറ്റ് ചാനലൊന്നുമില്ല, ഏതോ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു ഏജൻസി പോലെ പ്രവർത്തിച്ചുകൊണ്ട് ആ ഓഡിയോ പുറത്തു വരുന്നു. ഇതിനൊക്കെ പിന്നിൽ ആരാണെങ്കിലും അത് കണ്ടുപിടിക്കണം. പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു MLA ആണ്. ഞാൻ പറയുന്നു, താങ്കൾ MLA ജോലിയുമായിട്ട് മുന്നോട്ട് പോവുക. താങ്കളിൽ നിന്നും ഒത്തിരി പ്രതീക്ഷയുണ്ട് പാലക്കാട്ടുകാർക്ക്. അതിന് മാത്രം നിൽക്കുക. ഈ സംഘടനയ്ക്ക് നിന്നുകൊണ്ട് താങ്കൾക്ക് പേരുദോഷമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. താങ്കൾ ചെയ്തത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഞങ്ങളെപ്പോലെയുള്ള പല ആളുകളും, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എഴുതിയത് ഞാൻ കണ്ടു, മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ എഴുതിയത് കണ്ടു. അവരുടെ പേര് പറയുന്നില്ല. അവരൊക്കെ എഴുതി പിഷാരടി ചെയ്ത ഒരു തെറ്റായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്ന് എഴുതിയവരുണ്ട്. പക്ഷെ അതുപോലും താരസംഘടന അമ്മയ്ക്കുള്ളിൽ നിന്നും ഒരു ശബ്ദം ഉയരുന്നില്ല. എപ്പോഴും ശബ്ദിക്കുന്ന 3-4 സ്ത്രീകൾ മാത്രമാണ് പിഷാരടിക്ക് അനുകൂലമായിട്ട് വന്നുള്ളൂ. അപ്പോൾ അവരുടെ വാക്കുകൾ പറയുമ്പം അവരൊരാൾക്ക് വേണ്ടി മാത്രം എതിര് നിൽക്കുന്നു എന്ന് പറയുന്ന ശബ്ദങ്ങളുമുണ്ട്. പക്ഷേ ആർജവമുള്ള പുരുഷന്മാർ ആ സംഘടനയിലുണ്ട്. ഈ കാര്യത്തിനെല്ലാം മുന്നിട്ടിറങ്ങിയ പുരുഷന്മാരുണ്ട്. ഈ സംഘടന ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച പുരുഷന്മാരുണ്ട്. ഇവരെന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം ശക്തമാകുകയാണ്. ആ ശക്തമാവുന്ന ചോദ്യം തുടർന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മയിലുണ്ടായ ഈ പ്രശ്നങ്ങൾ പുതിയ താരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു മുന്നോട്ട് വരണം. കാരണം അല്ലെങ്കിൽ ഇത് വലിയ വിപത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മേൽക്കോടതിയിൽ പോയി അപ്പീൽ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നവും അറിയാം. ഒരു റിസീവർ ഭരണത്തിലേക്ക് പോകും. അപ്പോൾ ബാങ്കിലെ സംഭവങ്ങൾ ഇവർ മരയിപ്പിക്കും. ബാങ്കിൽ ഇപ്പോഴേ എഴുതി കൊടുത്തില്ലെങ്കിൽ ഇനി പൈസയൊന്നും പാസ്സാവില്ല എന്നാണ് ഞാൻ ഇത് അന്വേഷണം മനസ്സിലായ. പൈസ പാസ്സാകണമെങ്കിൽ ബാങ്കിൽ എഴുതി കൊടുക്കണം, ഞങ്ങൾ ഈ കമ്മിറ്റിയാണ്, ഈ കമ്മിറ്റി നിലവിലില്ല എന്ന് എഴുതി കൊടുക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി നിയമക്കുരുക്കുകളുണ്ട്. ആ നിയമക്കുരുക്കുകളൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. അതറിയാവുന്നവരെങ്കിലും വിളിച്ചു ചോദിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതോടൊപ്പം തന്നെ പുതിയൊരു സിനിമാ കൂട്ടായ്മയ്ക്കുള്ള ചർച്ച ഇന്നാളും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അത് പുച്ഛിക്കുന്ന കൊണ്ട് ചില ആൾ, പക്ഷേ ആ കൂട്ടായ്മയ്ക്കുള്ള ചർച്ച വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെയും അതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്കറിയുന്നത്. ഫോണിലൂടെ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ സംഘടനയുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ കൃത്യമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ ശ്വേതാ മേനോൻ കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ചിട്ടുണ്ട്. ആ വിധിയിൽ എന്ന് വരെയാണ് എന്നുള്ള തീർപ്പില്ല. 13-ാം തീയതി കോടതി എടുക്കുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അൻസിബ ഒരു മാധ്യമങ്ങൾ കണ്ട് അൻസിബ അതിൽ കക്ഷി ചേരാൻ പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഏത് ശ്വേതാ മേനോൻ്റെ ഇതിൽ ആ കോടതിയിൽ കക്ഷി ചേരാൻ പോകുന്നു എന്ന് അൻസിബ പറഞ്ഞതായിട്ട് ഒരു വിവരമുണ്ട്. പക്ഷേ അവിടെ ഒന്നുമല്ല കാര്യം. അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ഫൈറ്റായിട്ട് മാറുകയാണ്. പക്ഷേ ആർജവമുള്ള പുരുഷന്മാർ ഈ സംഘടനയിലുണ്ട്. അതുകൊണ്ട് അവർ രംഗത്ത് വരണം. അവരെന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നത്, പതുങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമായി മാറുന്നു എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും പിഷാരടി താങ്കൾ ചെയ്തത് അമ്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അതിൽ താങ്കൾ പഴി കേട്ടിട്ടുണ്ടെങ്കിൽ താങ്കളെ ഉച്ചത്തിൽ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. താങ്കൾ ചെയ്ത ഒരു തെറ്റായിട്ട് ആരും കാണുന്നില്ല. താങ്കളുടെ സംസാരം പല മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളെടുത്ത് വളരെ മോശമായ നിലയിൽ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. പക്ഷേ ഒരു സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ പലതും പല കാര്യങ്ങളും സംസാരിക്കും. അതിനെതിരെ പ്രതികരിക്കാൻ താങ്കൾ പോലും രംഗത്ത് വരാത്തത് താങ്കൾക്ക് തന്നെ മനസ്സിലായി. എന്തിനാണിത് ഞാൻ ഈ ഭാരം ചുമക്കുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നു, ഈ അമ്മയിലെ താരങ്ങൾ, പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഒന്നടങ്കം അതിന് പ്രതികരിക്കണം. അല്ലാതെ 2-3-4 ആളുകളെ ഇറക്കി വിട്ടുകൊണ്ട് ബാക്കിയിരുന്ന് ബെഞ്ചിലിരുന്ന് കളി കാണുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതി മാറണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം താരസംഘടന അമ്മയുടെ പോക്ക് എങ്ങോട്ടെന്ന്. പുതിയ കൂട്ടായ്മയുമായിട്ട് ആരൊക്കെ മുന്നോട്ട് വരുമെന്നും കാത്തിരുന്ന് നമുക്ക് കാണാം.